പതിറ്റാണ്ടുകളായി നോമ്പെടുക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ എന്റെ മുമ്പിലുണ്ട്. നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങളായി നോമ്പെടുക്കുന്നു. പക്ഷെ നോമ്പ് എന്താണ് എന്തല്ല എന്ന് ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പഠിച്ചു ഉൾക്കൊള്ളാൻ പലപ്പോഴും നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. അതിപ്പോ എന്താത്ര പഠിക്കാൻ? കാക്കകാരന്മാരായി റമളാൻ മാസം ഉദിച്ചാൽ പിന്നെ പട്ടിണി എടുക്കണം, വൈകുന്നേരത്തെ എന്തെങ്കിലും കിട്ടുള്ളൂ, അതിനിപ്പോ എന്താത്ര പഠിക്കാൻ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഒരു ചടങ്ങ് എന്നോണം മുമ്പേ ശീലിച്ചു പോന്ന പരമ്പരാഗതമായ ഒരു വരണ്ട ആചാരം എന്ന നിലക്ക് മാത്രം നോമ്പിനെ കാണുന്നവർക്ക് ഇത് സാധിച്ചു കൊള്ളണമെന്നില്ല. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നത് അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇങ്ങോട്ട് ശണ്ഠക്ക് വന്നവനെ അതുപോലെ പ്രതികരിക്കാതെ നന്മ കൊണ്ടവനെ കീഴടക്കാൻ, അല്ലെങ്കിൽ അവനെ തണുപ്പിക്കാൻ, അവനെ ഒഴിച്ചുവിടാൻ സാധിക്കണം. കോപം വരുന്ന സന്ദർഭമാണത്. കോപം വരുമ്പോൾ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദ്വന്ദ്വ യുദ്ധത്തിൽ തന്റെ എതിരാളിയെ മലർത്തിയടിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ശക്തൻ, മറിച്ച് കോപം വരുമ്പോൾ സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നവൻ ആരോ അവനാകുന്നു ശക്തൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. ആ ആശയം തന്നെയാണ് ഞാൻ ഓതി വെച്ച ആയത്തും പഠിപ്പിക്കുന്നത്. ഇദ്ഫഅ ബില്ലത്തി അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അങ്ങനെ നീ ചെയ്താൽ നിനക്കും മറ്റൊരാൾക്കും ഇടയിൽ ബദ്ധ ശത്രുതയുണ്ടെങ്കിൽ പോലും, അയാൾ നിന്റെ ബദ്ധ വൈരിയാണെങ്കിൽ പോലും, കഅന്നഹു വലിയുൻ ഹമീം, അവൻ നിന്റെ ആത്മമിത്രമായി തിരിച്ചു വരും. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അങ്ങനെയാണല്ലോ പ്രതികരിച്ചത്. ഹേയ്, ഞാനൊരു പോയത്തക്കാരൻ, നോമ്പെടുത്തൊരു മനുഷ്യനോട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, അയാൾ ഒന്നും മിണ്ടിയില്ലല്ലോ, അയാളുടെ ഒരു മനസ്സിന്റെ വിശാലത എന്ന് പറഞ്ഞ് വന്നവൻ തിരിച്ചു ചിന്തിക്കും. അപ്പോൾ ചിന്തിച്ചില്ലെങ്കിലും വീട്ടിൽ പോയ ആൾ ചിന്തിക്കും, വേണ്ടിയില്ലായിരുന്നു. പിന്നീട് അവൻ വന്നിട്ട് മാപ്പ് ചോദിക്കും, ഞാൻ അന്ന് പറഞ്ഞത് ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പറഞ്ഞതാണ്, ക്ഷമിക്കണമെന്ന്. അങ്ങനെ ബദ്ധശത്രുവായ വ്യക്തി ആത്മമിത്രമായി മാറുന്നത് നിനക്ക് കാണാൻ സാധിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്.